ക്വസ്റ്റ്യൻ നമ്പർ 1. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജെ.ബി. കൃപലാനി. ആൻസർ ഓപ്ഷൻ സി ജെ.ബി. കൃപലാനി. 3. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കുവാൻ എടുത്ത സമയം. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കുവാൻ എടുത്ത സമയം. ആൻസർ ഓപ്ഷൻ എ 2 വർഷം 11 മാസം 18 ദിവസം. ആൻസർ ഓപ്ഷൻ എ 2 വർഷം 11 മാസം 18 ദിവസം. 4. 1950 ജനുവരി 24 എന്ന ദിവസത്തിൻ്റെ പ്രത്യേകത. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവയെ അംഗീകരിച്ചു. 5. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആൻസർ ഓപ്ഷൻ ബി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 6. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ആൻസർ ഓപ്ഷൻ സി അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടംകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. 7th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ കെ.എം. മുൻഷി. ആൻസർ ഓപ്ഷൻ എ കെ.എം. മുൻഷി. 8. ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ആൻസർ ഓപ്ഷൻ ഡി ബ്രിട്ടൻ. 9. ഒരു വിദേശിക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ച ശേഷം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം? ആൻസർ ഓപ്ഷൻ ബി 5 വർഷം. ആൻസർ ഓപ്ഷൻ ബി 5 വർഷം. 10. മൗലികാവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഭാഗം 3. ആൻസർ ഓപ്ഷൻ സി ഭാഗം 3. 11. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 14 മുതൽ 18 വരെ. ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 14 മുതൽ 18 വരെ. 12. ഭരണഘടനാ ദിനം എന്നാണ്? ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആൻസർ ഓപ്ഷൻ ഡി നവംബർ 26. നവംബർ 26-നാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. 13. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32. ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32. 14. ആജ്ഞാകൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ആജ്ഞാകൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മാൻഡമസ്. ആൻസർ ഓപ്ഷൻ സി മാൻഡമസ്. 15. കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുവാനുള്ള റിട്ട്. കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുവാനുള്ള റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സെർഷ്യോറ്റി. ആൻസർ ഓപ്ഷൻ എ സെർഷ്യോറ്റി.
16 കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി, ഒരു വ്യക്തിയുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കുക. 17 മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ദിരാഗാന്ധി. ആൻസർ ഓപ്ഷൻ ബി, ഇന്ദിരാഗാന്ധി. 18 അനുച്ഛേദം 19 ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ബി ആർ അംബേദ്കർ. ആൻസർ ഓപ്ഷൻ സി, ബി ആർ അംബേദ്കർ. 19 അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 23. ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 23. 20 ഇന്ത്യയിലെ ആധുനിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, റിപ്പൺ പ്രഭു. ആൻസർ ഓപ്ഷൻ ഡി, റിപ്പൺ പ്രഭു. 21 പഞ്ചായത്തി രാജ് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? പഞ്ചായത്തി രാജ് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സംസ്ഥാന ലിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി, സംസ്ഥാന ലിസ്റ്റ്. 22 പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ബൽവന്ത് റായ് മേത്ത. ആൻസർ ഓപ്ഷൻ സി, ബൽവന്ത് റായ് മേത്ത. 23 പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 40. ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 40. 24 പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ്? പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1993 ഏപ്രിൽ 24. ആൻസർ ഓപ്ഷൻ ഡി, 1993 ഏപ്രിൽ 24. 25 താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി, തനത് ഫണ്ട് ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകൾ. ഇത് തെറ്റാണ്. 26 കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വെങ്ങാനൂർ. ആൻസർ ഓപ്ഷൻ സി, വെങ്ങാനൂർ. 27 ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയത്? ആൻസർ ഓപ്ഷൻ എ, 44-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ എ, 44-ാം ഭേദഗതി. 28 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 86-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ ഡി, 86-ാം ഭേദഗതി. 29 GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ ബി, 101-ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി, 101-ാം ഭേദഗതി. 30 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ ബി ആർ അംബേദ്കർ. ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ ബി ആർ അംബേദ്കർ.
താങ്ക് യു. 31 ആജ്ഞാകൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ആജ്ഞാകൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 മാൻഡമസ്. ആജ്ഞാകൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് മാൻഡമസ്. 32 പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ക്വോ വാറന്റോ. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ക്വോ വാറന്റോ. 33 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഡാഷിനെയാണ്? ആൻസർ ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 32. ആൻസർ ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 32. 34 പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഡാഷ് അനുച്ഛേദ പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ 2 അനുച്ഛേദം 21. ആൻസർ ഓപ്ഷൻ 2 അനുച്ഛേദം 21. 35 അടിയന്തരാവസ്ഥാകാലത്ത് എടുത്തു കളയാൻ സാധിക്കാത്ത മൗലികാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ 3 അനുച്ഛേദം 20, 21. ആൻസർ ഓപ്ഷൻ 3 അനുച്ഛേദം 20, 21. 36 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 അനുച്ഛേദം 21. ആൻസർ ഓപ്ഷൻ 1 അനുച്ഛേദം 21. 37 സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദം. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 അനുച്ഛേദം 14 മുതൽ 18 വരെ. ആൻസർ ഓപ്ഷൻ 4 അനുച്ഛേദം 14 മുതൽ 18 വരെ. 38 ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എത്ര മൗലികാവകാശങ്ങൾ ആണ് ഉള്ളത്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എത്ര മൗലികാവകാശങ്ങൾ ആണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ 2 6 മൗലികാവകാശങ്ങൾ. ആൻസർ ഓപ്ഷൻ 2 6 മൗലിക അവകാശങ്ങൾ. 39 മൗലികാവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലികാവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഭാഗം 3. ആൻസർ ഓപ്ഷൻ 2 ഭാഗം 3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 അമേരിക്ക. ആൻസർ ഓപ്ഷൻ 2 അമേരിക്ക. താങ്ക് യു.